നമസ്കാരം സുഹൃത്തുക്കളെ, വരൂ വരൂ കടന്നു വരൂ. നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കഴിഞ്ഞ LGSന്റെ 4 സ്റ്റേജ് ക്വസ്റ്റ്യൻ പേപ്പറുകളിലും വന്ന പുതിയ ചോദ്യങ്ങൾ എടുക്കുന്നു. ഈ ചോദ്യങ്ങളും ഈ പാറ്റേണുകളും തന്നെയാണ് ഇനി വരുന്ന 10th പ്രിലിംസിന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതുകൊണ്ട് ഈ ചോദ്യങ്ങൾ, ഇത് വന്ന വഴികൾ, ഇതൊക്കെ നമ്മളൊന്ന് അപഗ്രഥിക്കുന്നു, പെട്ടെന്ന് നോക്കുന്നു. ഓടി ഒരു ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിന്റെ സമുദ്രതീരവുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രസ്താവനകൾ അല്ലെങ്കിൽ മത്സ്യബന്ധന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഇതിനകത്ത് ശരിയായത് ഏതൊക്കെയാണെന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇതിലെ ഓപ്ഷനിൽ കുറച്ച് ഡിസ്റ്റൊക്കെ ഉണ്ട്, ഒരു രസമൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ വലിയ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ ഇത് ഒരു ഡിഗ്രി ലെവലിന്റെയോ അല്ലെങ്കിൽ LD ഒക്കെ ലെവലിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ തന്ന് നമ്മളെ കുഴപ്പിക്കുന്ന രീതിയിലേക്ക് ഒന്നും പോകുന്നില്ല. സ്റ്റേറ്റ്മെന്റ് കണ്ട് ആരും പേടിച്ചോടേണ്ട ഒരു കാര്യമില്ല. നോക്കാം. കേരളത്തിന്റെ കടൽ തീരം 590 കിലോമീറ്റർ. ഇതൊരു അപ്ഡേറ്റഡ് ഡാറ്റയായിട്ട് നമ്മൾ പഠിപ്പിക്കാറുണ്ടായിരുന്നു. കാരണം ഫിഷറീസിന്റെ ഒക്കെ വെബ്സൈറ്റിൽ പരാമർശിക്കുന്നത് പഴയ 580 കിലോമീറ്ററിന്റെ കണക്കല്ല, 590 കിലോമീറ്ററിന്റെ കണക്കാണ്. സോ ഇത് ശരിയാണ്. 590 കിലോമീറ്റർ ആണ് സമുദ്രതീരത്തിന്റെ വ്യാപ്തി എന്ന് പറഞ്ഞാൽ അത് ഓക്കെയാണ്. നമ്മൾ പഠിക്കും. പണ്ട് പഠിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയായിരുന്നു? തെക്ക് വടക്ക് നീളം നമ്മൾ പഠിക്കുക 560 കിലോമീറ്റർ എന്നും 580 കിലോമീറ്റർ സമുദ്രതീരം എന്നുമായിരുന്നു. അത് അല്പം കൂട്ടി പഠിക്കുക 590 കിലോമീറ്റർ ആണ്. ഡാറ്റ ഹാസ് ചേഞ്ച്ഡ്. അടുത്ത്, നിലവിൽ എത്ര മത്സ്യബന്ധന ഗ്രാമങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ ഓർക്കുക, മത്സ്യബന്ധന ഗ്രാമങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ 222 അല്ല, ഇത് കടലോര മത്സ്യബന്ധന ഗ്രാമങ്ങളാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഫാക്റ്റും ശരിയാണ്. ഈ ഡാറ്റ ഇവർ എവിടെ നിന്ന് എടുത്തു എന്ന് ചോദിച്ചാൽ നമ്മുടെ ഫിഷറീസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റയാണ്. അപ്പൊ സംസ്ഥാനത്ത് 222 കടലിനെ ആശ്രയിച്ചു ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന മത്സ്യബന്ധന ഗ്രാമങ്ങളുണ്ട്. ഇതല്ലാതെ എത്രയാണ് ഉൾനാടൻ മത്സ്യബന്ധന ഗ്രാമങ്ങൾ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം 113 വരും, 113 വരും. അങ്ങനെ 113ഉം 222ഉം കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് ഏകദേശം ഏത് നമ്പറാണെന്നറിയോ? നോക്കിക്കോ, 335 എന്ന് പറഞ്ഞ മാജിക്കൽ നമ്പർ നമുക്ക് കിട്ടുന്നു സുഹൃത്തുക്കളെ. അപ്പൊ ആകെ മത്സ്യബന്ധന ഗ്രാമങ്ങളുടെ എണ്ണം ടോട്ടൽ 335 ആണ്. 222 കടലിനെ ആശ്രയിച്ചും ഉൾനാടൻ 113 ആണ്. ഇനി മൂന്നാമത്തെ, ഇത് രണ്ടും ശരിയാണ്. മത്സ്യബന്ധന മേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് കേരള ജലകൃഷി വികസന ഏജൻസി. ഇതൊന്നും അറിയില്ലെങ്കിൽ പോലും ഇത് രണ്ടും ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെയുള്ള ഓപ്ഷനിൽ നോക്കിക്കേ, ഇതൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് പരിഗണിക്കാവുന്നത് ഒന്നിൽ കൂടുതൽ ഇവിടെ ശരിയുണ്ടെങ്കിൽ എല്ലാം ശരിയാണ്. അഡാക്ക് എന്ന് പറയുന്ന ഏജൻസി ശരിക്കും മത്സ്യകൃഷിയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജലകൃഷി ഒന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മത്സ്യബന്ധന മേഖലയുടെ ഒരു ഉപവകുപ്പായി അല്ലെങ്കിൽ ഒരു ഉപസ്ഥാപനമായി വർക്ക് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് നമുക്ക് പറയാൻ പറ്റും. ഇതെല്ലാം ശരി എന്നുള്ളതാണ് ഇവിടുത്തെ ഉത്തരം. അപ്പൊ കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. ആകെ കേരളത്തിലെ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് മത്സ്യത്തൊഴിലാളികൾ ഉള്ളതെന്ന് ചോദിച്ചാൽ 3.1%. ആകെ എത്രയാണ് മത്സ്യബന്ധന ഗ്രാമങ്ങൾ ഉള്ളതെന്ന് ചോദിച്ചാൽ 335 പറഞ്ഞു. അതിൽ ഉൾനാടൻ 113ഉം കടലിനെ ആശ്രയിക്കുന്നത് 222ഉമാണ്. കേരളത്തിൽ പ്രധാനമായും മത്സ്യബന്ധന മേഖലയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളെ അവർക്ക് വരുന്ന അത്യാവശ്യങ്ങളിൽ അവരെ സഹായിക്കാനും അവരെ റെസ്ക്യൂ ചെയ്യാനും മറ്റുമായിട്ട് കുറച്ച് മറൈൻ ആംബുലൻസുകൾ ഉണ്ട്. 3 പ്രധാനമായിട്ടും പറയാം. വടക്കൻ കേരളത്തിൽ ബേപ്പൂര് കോഴിക്കോടിന് വേണ്ടി കാരുണ്യാണ്. ഇനി മധ്യ കേരളത്തിൽ വൈപ്പിൻ ഭാഗത്ത് എറണാകുളം ബേസ് ചെയ്ത് പ്രത്യാശയാണുള്ളത്. 3 വിഴിഞ്ഞത്താണ്. തെക്കൻ കേരളത്തിൽ പ്രതീക്ഷ. അപ്പൊ കാരുണ്യ പ്രത്യാശ ഈ ഓർഡറിൽ ഒന്ന് മാപ്പ് ചെയ്ത് പഠിക്കുക. ഇനി ഏറ്റവും കൂടുതൽ മത്സ്യ ഉൽപാദനം നിലവിൽ നടക്കുന്ന ജില്ല, അവസാനത്തെ അവരുടെ ഫിഷറീസ് ഗൈഡ് അനുസരിച്ച്, ഫിഷറീസ് ഹാൻഡ് ബുക്ക് അനുസരിച്ച് 2023 പബ്ലിഷ് ചെയ്തത് വെച്ചനുസരിച്ച് പറയുകയാണെങ്കിൽ അതാണ് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് നിലവിൽ ഇപ്പോൾ കിട്ടുന്ന ഡാറ്റ. എറണാകുളമാണ് മത്സ്യബന്ധനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 2ാം സ്ഥാനത്ത് എല്ലാ മത്സ്യബന്ധനവും ഉൾപ്പെടെ, ഉൾനാടനും കടലും എല്ലാം ഉൾപ്പെടെ 1ാം സ്ഥാനത്ത് എറണാകുളം, 2ാം സ്ഥാനത്ത് കൊല്ലമാണ് നിൽക്കുന്നത്. ഇനി കുറച്ച് സ്ഥാപനങ്ങൾ കൂടി, അഡാക്ക് ചോദിച്ച സ്ഥിതിക്ക് കുറച്ച് സ്ഥാപനങ്ങൾ കൂടി. തീരദേശത്തെ കംപ്ലീറ്റ് വികസനത്തിനായിട്ടുള്ള സ്ഥാപനം ഓർക്കുക, കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്. KSADC നമ്മൾ പറയും, കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. അത് ഫുൾ ഫോം പഠിക്കാൻ എളുപ്പമാണ്. KCADC എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് എന്തായാലും ആദ്യം വരും, പിന്നെ തീരദേശമാണ്, കോസ്റ്റൽ വരും, പ്രദേശം ഏരിയ വരും, വികസനം ഡെവലപ്മെന്റ് വരും, സ്ഥാപനം കോർപ്പറേഷൻ, അങ്ങനെ ഞങ്ങൾ ഓർക്കാം. ഇനി വനിതകളുടെ സാമൂഹിക ഉന്നമനത്തിനായിട്ടൊരു സ്ഥാപനമുണ്ട്. അതിന്റെ പേര് സാഫ് എന്നാണ്. സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ടു ഫിഷർ വുമൻ എന്നാണ് പറയുക. സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ടു ഫിഷർ വുമൻ. ഇത്
ഈ സൊസൈറ്റിയുടെ ഭാഗമായി വനിതകൾക്ക് അവർക്ക് ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കാനായിട്ട് സഹായം നൽകുന്ന പദ്ധതിയുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് തീരമൈത്രി എന്നാണ്. തീരമൈത്രി കുറെ പ്രോജക്റ്റുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റാണ് സാഫിന്റെ ഒക്കെ ആഭിമുഖ്യത്തിൽ വനിതകൾക്ക് വേണ്ടി കുറെ സംരംഭങ്ങൾ തുടക്കാൻ സാമ്പത്തിക സഹായവും മറ്റും നൽകുന്ന ഒരു പദ്ധതിയാണ് തീരമൈത്രി. അതുപോലെ ഇടയ്ക്ക് ചോദിക്കുന്നതാണ്, മത്സ്യബന്ധന മേഖലയിൽ അല്ലെങ്കിൽ തീരദേശത്ത് വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ വേണ്ടി സൗജന്യ പരിശീലനം, മത്സര പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് സൗജന്യ പരിശീലനം നടക്കാനായിട്ട് ഒരു പദ്ധതി ഉണ്ട്. അത് വിദ്യാതീരം എന്നാണ്. അപ്പൊ തീരം ചേർത്താണ് മിക്കവാറും മത്സ്യബന്ധന മേഖലയായിട്ടോ തീരദേശ മേഖലയായിട്ടോ ബന്ധപ്പെട്ട എന്തെങ്കിലും പദ്ധതികളൊക്കെ വരാറുള്ളത്. തീരമൈത്രി പറഞ്ഞു, വിദ്യാതീരം പറഞ്ഞു, ഓർത്തിരിക്കുക. വിദ്യാതീരം ഫ്രീ ആയിട്ട് PSC കോച്ചിങ്ങോ അല്ലെങ്കിൽ SSC കോച്ചിങ്ങോ അവിടെയുള്ള ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള പദ്ധതിയാണ് എന്ന് കൂടി നിങ്ങൾ ഓർക്കുക. ഇനി അഡാക്ക് പറഞ്ഞിട്ടുണ്ട്. അഡാക്കിന്റെ ഫുൾ ഫോം ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഏജൻസി ഫോർ ഡെവലപ്മെന്റ് ഓഫ് അക്വാകൾച്ചർ, അതായത് ജലകൃഷി വികസനത്തിന് അഡാക്ക് ഓർത്തിരിക്കുക. കേരളം ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ആഡംബരമല്ലല്ലോ, അലങ്കാര മത്സ്യം എന്ന് വിളിക്കുന്നതാണ് മിസ് കേരള. കേരളം ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന അലങ്കാര മത്സ്യം എന്താണെന്നൊക്കെ ചോദിച്ചു നേരത്തെ ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. അപ്പൊ മിസ് കേരളയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കയറ്റുമതി ചെയ്യുന്ന അലങ്കാര മത്സ്യം. ഇനി ഈ അലങ്കാര മത്സ്യകൃഷിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്കൊരു സ്ഥാപനമുണ്ട്. അതും നമ്മുടെ ഫിഷറീസ് വകുപ്പിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നതാണ്. പേര് കാവിൽ എന്നാണ്. കാവിൽ ഇസ് ദ ആൻസർ. കേരള അക്വാ വെഞ്ചേഴ്സ് ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്നാണ് ഫുൾ ഫോം. കേരള അക്വാ വെഞ്ചേഴ്സ് ഇന്റർനാഷണൽ ലിമിറ്റഡ്. ഫുൾ ഫോം കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക, നന്നായിരിക്കും. ഒരു പടി മുൻപേ നമ്മൾ കയറി പഠിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഇത് മത്സ്യബന്ധന വകുപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഡാറ്റകളാണ്. ചോദ്യം ഇനിയും ആവർത്തിക്കാം. 222 വന്നെങ്കിൽ അടുത്തത് ഒരു പക്ഷെ 113 വരാം, അല്ലെങ്കിൽ 335 വരാം. ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു, സമയം കളയുന്നില്ല. കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മൾ പഠിപ്പിച്ച ചോദ്യമാണിത്. പ്രത്യേകിച്ച് കക്കാട് പദ്ധതി പമ്പ നദിയായിട്ട് ബന്ധപ്പെട്ടുള്ളതാണെന്നും കക്കാട് പ്രോജക്റ്റ് പമ്പയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണെന്നും പത്തനംതിട്ട ജില്ലയാണെന്നും നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ് പത്തനംതിട്ട. ബാക്കിയുള്ള ജില്ലകളിലെയും ഒരു ജലസേചന പദ്ധതി വീതമെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മുടെ വലിയ ജലസേചന പദ്ധതി കല്ലടയാണ്. കല്ലട കൊല്ലം ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലെ ജലസേചനം എന്ന് പറഞ്ഞാൽ ഇറിഗേഷൻ പ്രോജക്റ്റ് ആണ്. കുടിവെള്ളത്തിനും മറ്റുമായി, അല്ലെങ്കിൽ കുടിവെള്ളത്തിനും മറ്റ് ജലസേചന കൃഷി ആവശ്യങ്ങൾക്കായിട്ട് വെള്ളം ഉപയോഗിക്കാൻ വേണ്ടിയുള്ള പദ്ധതികളാണ്. ഇടുക്കി ജില്ലയിലെ പദ്ധതി നമുക്ക് പറയാം സുഹൃത്തുക്കളെ, മലങ്കര എന്ന് പറയുന്നത് ഇടുക്കി ഡാമിൽ വൈദ്യുതി ഉൽപാദനം കഴിഞ്ഞതിന് ശേഷം വെള്ളം പോകുന്ന ഒരു നദിയുണ്ട്. ഇടുക്കി ഡാമിലെ വൈദ്യുതി ഉൽപാദനത്തിന് ശേഷം വെള്ളം പോകുന്ന നദി എന്ന് പറഞ്ഞാൽ ശരിക്കും തൊടുപുഴയാറാണ്. ഈ തൊടുപുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജലസേചന പദ്ധതിയാണ് മലങ്കര. തൊടുപുഴയ്ക്ക് അടുത്തുള്ള ഒരു ഡാമാണ് മലങ്കര ഡാം എന്നൊക്കെ പറയുന്നത്, ഇടുക്കി ജില്ല. എറണാകുളം ജില്ലയിലെ പ്രധാനമായിട്ടുള്ള ജലസേചന പദ്ധതി എന്ന് പറഞ്ഞ ഇടമലയാർ, അത് ജലവൈദ്യുത പദ്ധതിയുമാണ് ജലസേചന പദ്ധതിയുമാണ്. ജലവൈദ്യുതിയും ചെറിയ തോതിൽ അവിടെ ഉൽപാദനമുണ്ട്, ജലസേചന പദ്ധതിയാണ്. അതിന്റെ കൂടെ വലിയൊരു ഡാം നമുക്കുണ്ട്, ഭൂതത്താൻകെട്ട് എന്തിനാന്ന് ചോദിച്ചാൽ പെരിയാർ വാലി ഇറിഗേഷൻ അല്ലെങ്കിൽ പെരിയാർ ഇറിഗേഷൻ പ്രോജക്ട് എന്ന് പറഞ്ഞാൽ എറണാകുളത്തേക്ക് മൊത്തം കുടിവെള്ളം എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള വലിയ കനാലുകളൊക്കെ സൃഷ്ടിച്ചേക്കുന്ന അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു വലിയ ഡാമാണ് ഭൂതത്താൻകെട്ട് ഡാം എന്ന് പറയുന്നത്. അപ്പൊ ഈ തന്നിരിക്കുന്ന ജില്ലകളിലെ പ്രധാനപ്പെട്ട ജലസേചന പദ്ധതികളെയൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി ജലസേചന പദ്ധതികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാന്ന് ചോദിച്ചാൽ, ജലസേചനം കൂടുതലുള്ള ജില്ല ഏതാന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയിൽ അപ്പോൾ ഏത് നദിയിലായിരിക്കും കൂടുതൽ ജലസേചന പദ്ധതികൾ എന്ന് ചോദിച്ചാൽ ഉത്തരം ഭാരതപ്പുഴയാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ പെരിയാറിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ ഭാരതപ്പുഴയിലാണ്. ജില്ല പാലക്കാടാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതി ജില്ല ഇടുക്കി. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതി അല്ലെങ്കിൽ ഏറ്റവും അളവിൽ ജലസേചന പരിപാടികളൊക്കെ ഉള്ളത് ശരിക്കും പാലക്കാട് ജില്ലയിലാണ്. അങ്ങനെ വേണം പറയാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഔദ്യോഗിക വൃക്ഷം ഏതാണ്? ഔദ്യോഗിക ഫലം ഏതാണ്? ഔദ്യോഗിക പുഷ്പം ഏതാണ്? ഈ വക ചോദ്യങ്ങൾ നമ്മൾ സാധാരണ ഫേസ് ചെയ്യാറുള്ളതാണ്. ഇത്തരത്തിലുള്ള എക്സാമുകളിൽ ഒരു 10th ലെവൽ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു 7ാം ക്ലാസ് നിലവാരമുള്ള പരീക്ഷാ പേപ്പറുകളിലൊക്കെ സ്ഥിരം കാണുന്നതാണ്. പക്ഷെ ഇവിടെ അല്പം കുഴപ്പിച്ചൊരു ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അല്പം നേരത്തെ PSC ബുള്ളറ്റിനിലൊക്കെ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായി ഒരുപക്ഷെ മുമ്പേ നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. എന്നാൽ പോലും ഇത് അത്ര ഫെമിലിയർ ആയിട്ട് പലർക്കും വന്നൊരു ചോദ്യമല്ല. അതുകൊണ്ട് നമുക്കൊന്ന് പഠിക്കണം. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം 2018 മാർച്ച് മാസം 21-ാം തീയതിയാണ്. മാർച്ചിലാണ്. ഡേറ്റ് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. 2018 മാർച്ചിലൊക്കെയാണ്. അപ്പോൾ പുതുതായിട്ട് വന്ന നമ്മുടെ കേരള സംസ്ഥാനം ഉണ്ടായപ്പോൾ നമുക്ക് ഔദ്യോഗിക മൃഗവും ഔദ്യോഗിക വൃക്ഷവും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിന്റെ ഡേറ്റുകൾ വർഷ കാര്യഗൗരവമായി നോക്കേണ്ട കേസില്ല. പിന്നെ നമുക്ക് പറയാം, നമ്മുടെ ഔദ്യോഗിക മത്സ്യമായിട്ട് കരിമീനെ പ്രഖ്യാപിക്കുന്ന വർഷം, കരിമീൻ ഔദ്യോഗിക വർഷമായിട്ട് വരുന്നത് 2010-ലാണ്.
നമ്മുടെ ഔദ്യോഗിക പാനീയം ഏതാന്ന് ചോദിച്ചാൽ എപ്പോഴും പറയാറുണ്ട് കള്ളല്ല, അത് ഇളനീരാണ്. ഇളനീർ ഔദ്യോഗിക പാനീയമായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്ന വർഷം 2012 നമ്മുടെ ഔദ്യോഗിക ചിത്രശലഭം ഏതാന്ന് ചോദിച്ചാൽ ബുദ്ധമയൂരിയാണ്. ഔദ്യോഗികമായിട്ട് തവളയെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പാതാളത്തവളയൊക്കെ നമ്മൾ പിന്നെ പരിപാടിയൊക്കെ മാറ്റി വെച്ചു, വേണ്ട. അങ്ങനെ ബുദ്ധമയൂരി ഏത് വർഷമാണെന്ന് വെച്ചാൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുന്നത് 2019 2018 പ്രഖ്യാപിക്കും എന്നുള്ള സൂചനയൊക്കെ തന്നു, പ്രഖ്യാപിച്ചേക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ പ്രഖ്യാപിക്കുന്ന വർഷം ശരിക്കും 2019 ബുദ്ധമയൂരി. ഇങ്ങനെ ചില സംസ്ഥാനങ്ങൾക്ക്, മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഔദ്യോഗിക ചിത്രശലഭം ഉണ്ട്. അപ്പോൾ അതുപോലെ നമുക്കും ഒരു ഔദ്യോഗിക ചിത്രശലഭം വന്നു. ആളുടെ പേര് ബുദ്ധമയൂരി എന്നാണ്. പാപ്പിലോ ബുദ്ധ എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം, ഓർത്തിരിക്കുക. അപ്പോൾ ഈ രീതിയിൽ ഇനി ചോദ്യം വന്നാൽ ഇതേ പാറ്റേൺ ഫോളോ ചെയ്യുകയാണെങ്കിൽ കരിമീനും ഇളനീരൊക്കെ നമ്മളെ സഹായിക്കട്ടെ. അതിനുവേണ്ടി തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ചോദ്യം എപ്പോഴും സിലബസിനോട് നീതി പുലർത്തുന്ന രീതിയിൽ തന്നെയാണ് 10th ലെവലിലും കേരള ജോഗ്രഫിക്കൊക്കെ പക്ക PSC എപ്പോഴും ചോദിക്കാറ്. സിലബസിൽ ഏതൊക്കെ ഹെഡിങ് പറഞ്ഞിട്ടുണ്ടോ ആ ഹെഡിങ്ങിനൊക്കെ ഒരു ചോദ്യം ഉൾപ്പെടുത്താൻ അവർ ശ്രമിക്കാറുണ്ട്. അതിന് മാത്രം വിസ്തൃതമായ ഹെഡിങ് അല്ലെങ്കിൽ ഒരു സിലബസ് അല്ല നമുക്കുള്ളത്. അതുകൊണ്ടാണ് നോക്കിയേ, തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ചോദിച്ചിരിക്കുന്നു. കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. ശരിയായ പ്രസ്താവന. 87 മുനിസിപ്പാലിറ്റി ഉണ്ട്, 6 മുനിസിപ്പൽ കോർപ്പറേഷനും ഉണ്ട്. അതും ശരിയായ പ്രസ്താവന തന്നെയാണ്. അടുത്ത, അർദ്ധ നഗര പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്നത് നഗരപഞ്ചായത്ത്. ഇതിന്റെ ഇംഗ്ലീഷ് അറിയാമെങ്കിൽ കൂടുതൽ എളുപ്പമായിരുന്നു. കുറച്ചുപേര് കുഴങ്ങിയിട്ടുണ്ടാവും. മുനിസിപ്പാലിറ്റിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മുനിസിപ്പാലിറ്റി അർദ്ധ നഗരങ്ങളിൽ, പൂർണ്ണമായും നഗരമല്ല, അർദ്ധ നഗരങ്ങളിലെ ഭരണ സംവിധാനമാണ്. എത്ര മുനിസിപ്പാലിറ്റി ഉള്ളത്? 87 മുനിസിപ്പാലിറ്റി. അപ്പോൾ അർദ്ധ നഗര പ്രദേശങ്ങളിൽ ഈ പറഞ്ഞ മുനിസിപ്പാലിറ്റി തന്നെയാണ്. ഇനി അടുത്ത്, നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് വാർഡ് പഞ്ചായത്ത്. ഇവിടെ ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ മാത്രമേ തെറ്റുള്ളൂ. തെറ്റായുള്ള ഓപ്ഷൻ ചോദിച്ചു ഒരാൾ മാത്രമേ തെറ്റുള്ളൂ. അയാളെ കണ്ടുപിടിക്കാൻ പറ്റിയ എളുപ്പമാണ്. അല്ലാതെ ഒന്നിലധികം ആൾക്കാർ ഇവിടെ തെറ്റില്ല. അതിവിടെ കാണുമ്പോഴേ നമുക്കറിയാം. ഈ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുന്നുള്ളൂ. നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നാണ് വാർഡ് പഞ്ചായത്ത് എന്ന് പറഞ്ഞു. നേരെ തിരിച്ചു വന്നേക്കുന്നതാണ്. നിരവധി വാർഡ് പഞ്ചായത്തുകൾ ചേർന്നാണ്, നിരവധി വാർഡുകൾ ചേർന്നാണ് ഒരു ഗ്രാമപഞ്ചായത്ത്. അപ്പൊ ഇവിടുത്തെ തെറ്റായിട്ടുള്ള പ്രസ്താവന ഇതാണ്. അപ്പൊ തെറ്റാ ചോദിച്ചത് 4 തെറ്റായിട്ടുള്ള പ്രസ്താവന. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് ഫാക്ടുകൾ പെട്ടെന്ന് നമുക്ക് റിവൈസ് ചെയ്യാം. ആകെ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ പറയുകയാണെങ്കിൽ നിയമസഭാ മണ്ഡലങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ 140. നിയമസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ പട്ടികജാതി സംവരണം 14. നിയമസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ 2 ഓർക്കുക. 14 നിയമസഭ എന്ന് പറഞ്ഞാൽ MLA സീറ്റാണ്. MLA സീറ്റിൽ 14 ഷെഡ്യൂൾഡ് കാസ്റ്റ് അഥവാ പട്ടികജാതി സംവരണ മണ്ഡലങ്ങളുണ്ട്. പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ 2 ഒന്ന് മാനന്തവാടി. ഇങ്ങനെ ഓർത്താൽ മതി. ഏറ്റവും കൂടുതൽ പട്ടികവർഗ ജനസംഖ്യയുള്ളത് വയനാട് ജില്ലയിലാണ്. അവിടെ മാനന്തവാടിയും സുൽത്താൻ ബത്തേരിയും അവിടെയുള്ള 2 നിയോജക മണ്ഡലങ്ങളാണ് ശരിക്കും ഈ കാറ്റഗറിയിൽ നമുക്ക് ഓർക്കാൻ പറ്റുക. മാനന്തവാടി, സുൽത്താൻ ബത്തേരി. ലോക്സഭാ മണ്ഡലങ്ങൾ ആകെ 20 അത് MP സീറ്റാണ്, പാർലമെന്റ് സീറ്റാണ്, ഓർക്കുക. ഇനി ലോക്സഭ ഈ 20 സംവരണ മണ്ഡലങ്ങൾ 2 ആ സംവരണ മണ്ഡലങ്ങൾ ഒന്ന് ആലത്തൂരാണ്, മറ്റൊന്ന് മാവേലിക്കരയാണ്. അപ്പൊ ആലത്തൂർ, മാവേലിക്കര അവരെ ഒന്ന് സ്പെഷ്യൽ ഒന്ന് മാറ്റി നിർത്തി പഠിച്ചു വെച്ചോളുക, പ്രയോജനമുണ്ടാവും. ഇനി രാജ്യസഭാ മണ്ഡലങ്ങൾ 9 രാജ്യസഭാ സീറ്റ് 9 78 താലൂക്കുകൾ. അതിന്റെ നേരെ തിരിച്ചിട്ടാലുള്ള 87 മുനിസിപ്പാലിറ്റി എന്ന് പറയാം. റവന്യൂ വില്ലേജുകൾ കറക്റ്റ് നമ്പർ പഠിക്കണ്ട. ആ ഡിവിഷൻ ഒക്കെ നല്ലപോലെ നടന്നുകൊണ്ടിരിക്കുന്ന, പെട്ടെന്ന് ഫാക്ട് മാറുന്നതാണ്. 1600 കൂടുതലുണ്ട് നിങ്ങൾ ഓർത്താൽ മതി. 1600 1700 ഒക്കെ വരും, നിങ്ങൾ ഓർത്താൽ മതി. കോർപ്പറേഷനുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ ആകെ കോർപ്പറേഷനുകളുടെ എണ്ണം 6 കോർപ്പറേഷനാണ് നമുക്കുള്ളത്. 6 കോർപ്പറേഷൻ. മുനിസിപ്പാലിറ്റി പറഞ്ഞു. ജില്ലാ പഞ്ചായത്തുകൾ ജില്ലയുടെ എണ്ണത്തിന് തുല്യമായിരിക്കും. സോ 14. ബ്ലോക്ക് പഞ്ചായത്തുകൾ സ്ഥിരം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ് 152. ഗ്രാമപഞ്ചായത്ത് ഇപ്പൊ കണ്ടു, അത് അതിൽ കൂടുതൽ കാണുന്നതാണ് 941. റവന്യൂ ഡിവിഷൻ, താലൂക്ക്, വില്ലേജ് ഇതൊക്കെ വരുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് കീഴിലാണ്. റവന്യൂ ഡിവിഷൻ ആകെ മൊത്തം കേരളത്തിൽ 27. ആ 27 ഡിവിഷന്റെ അകത്ത് പിന്നെ താലൂക്ക്, താലൂക്കിന്റെ അകത്ത് പിന്നെ വില്ലേജ്. ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഇനി കേരളത്തിൽ ഒരു കന്റോൺമെന്റ് ഉള്ളത് അത് കണ്ണൂരാണ് സുഹൃത്തുക്കളെ. കണ്ണൂരുള്ള നമ്മുടെ സൈനിക കേന്ദ്രം കണ്ണൂര് ഓർത്തിരിക്കുക. കണ്ണൂര് ഭരണശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ കന്റോൺമെന്റ് സ്ഥിതി ചെയ്യുന്നു. സോ ഈ ഫാക്ടുകൾ അടിസ്ഥാനപരമായി നിങ്ങളൊന്ന് ചേർത്ത് വെച്ച് പഠിക്കുക. അടുത്ത പലരെയും കുഴപ്പിച്ച ചോദ്യം, എല്ലാവരെയും കുഴപ്പിച്ച ചോദ്യം. ഇതിന്റെ ഫൈനൽ ആൻസർ കീ വന്നിട്ടില്ല, തൊട്ടടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. ഒരു പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ വന്നിട്ടുണ്ടായിരിക്കാം. നമുക്ക് നോക്കാം എന്ത് അത്ഭുതമാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക. ക്യാൻസൽ ചെയ്യേണ്ടതാണ്, ക്യാൻസൽ ചെയ്യപ്പെടേണ്ടതാണ്.
ഇവിടെ പ്രൊവിഷനിൽ തന്ന ഉത്തരം 2,225 കിലോമീറ്റർ എന്നാണ്. പെരിയാറിന്റെ നീളം എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ണും പൂട്ടി പഠിക്കാറുള്ളതാണ്. 244 244 കിലോമീറ്റർ ആണ്. അത് 225 കിലോമീറ്റർ തന്നിരിക്കുന്നത് ചില വെബ്സൈറ്റിലൊക്കെ, എനിക്ക് ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയയുടെ വെബ്സൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ റെക്കോർഡുകളിൽ വരെ 244 കിലോമീറ്റർ ആണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്തായാലും PSC ഇത് മാറ്റും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കേരള PSCയുടെ ഒഫീഷ്യൽ പബ്ലിക്കേഷൻസിലൊക്കെ നീളം 244 കിലോമീറ്റർ തന്നെയാണ്. അതുകൊണ്ട് നീളങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. പെരിയാർ ഏറ്റവും നീളമുള്ള നദി 244, പിന്നെ നീളമുള്ളത് ഭാരതപ്പുഴയാണ് 209, പിന്നെ നീളമുള്ളത് പമ്പയാണ് 176. അപ്പൊ 3-ാം സ്ഥാനത്ത് പമ്പയാണ്, ഓർക്കണം. 3 പമ്പ, നീളത്തിൽ 3 പമ്പ. 4-ാമത് ചാലിയാറാണ്. 5-ാമത് ചാലക്കുടി പുഴയാണ്. ഇത് കഴിഞ്ഞിട്ടേ പിന്നെയുള്ള ആൾക്കാർ, കടലുണ്ടിപ്പുഴയാണെങ്കിലും വേറെ പുഴകളൊക്കെ ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ ഓർഡർ അറ്റ്ലീസ്റ്റ് 5 പേരെ, ആദ്യത്തെ നീളമുള്ള 5 പേരെ പഠിച്ചാൽ ബാക്കിയുള്ളവരെ നമുക്ക് ഏകദേശം ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു ചോദ്യം കാണിച്ചു തരാം. ഇവിടുന്ന് ഇത് വെച്ച് ബേസ് ചെയ്ത് വന്നൊരു ക്വസ്റ്റൻ ഉണ്ട്. ഐ വിൽ ഷോ യു. ഞാൻ കാണിച്ചു തരാം. ഇതിന്റെയൊക്കെ ഉത്ഭവം കൂടി പഠിച്ചിരിക്കുക. പെരിയാർ ശിവഗിരിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ശിവഗിരി അങ്ങ് നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിന്റെ ഒക്കെ കിഴക്ക് ഭാഗത്ത് തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന ആ ഒരു പ്രദേശത്ത്, തമിഴ്നാടിന്റെ പ്രദേശത്ത് നിന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അവകാശപ്പെടാം. അപ്പോൾ ശിവഗിരി മലയിൽ നിന്നും പെരിയാർ, ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്നാണ്. ആനമലയുടെ ഭാഗം തമിഴ്നാട്ടിലുണ്ട്. തമിഴ്നാട്ടിലെ ആനമലയുടെ ഭാഗത്തു നിന്ന് ഉത്ഭവിച്ചു കയറി ഇങ്ങനെ പോരുന്നതാണ്. സ്പെസിഫിക്കലി പോത്തന്നൂർ എന്ന് പറയാം. പോത്തന്നൂർ എന്നുള്ള വാക്ക് PSC നേരത്തെ ഉപയോഗിച്ചിട്ടുള്ളത് കൂടിയാണ്. പുളിച്ചിമലയിൽ നിന്ന് പമ്പ, പുളിച്ചിമല, പെരിയാർ ടൈഗർ റിസർവിന്റെ ഭാഗത്ത് നിന്ന്, ഇടുക്കി ജില്ലയുടെ ഭാഗത്തു നിന്ന് പുളിച്ചിമലയിൽ നിന്ന് ഉത്ഭവിച്ച് ഒഴുകുന്ന നദിയാണ്. പിന്നെ പത്തനംതിട്ട വഴി, പിന്നെ ആലപ്പുഴ വഴി അങ്ങനെ ഒഴുകുന്ന നദിയാണ് പമ്പ നദി. ചാലിയാർ ഇളമ്പലേരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. വയനാട് ഭാഗത്ത് നിന്ന് ഉത്ഭവിക്കുന്നതാണ്. ചാലക്കുടി പുഴ ആനമലയിൽ നിന്ന് തന്നെ ഉത്ഭവിക്കുന്നതാണ്. ആനമല എന്ന് പറഞ്ഞാൽ പശ്ചിമഘട്ടത്തിന്റെ ഒരു ഭാഗം, മൊത്തത്തിൽ വലിയൊരു ഏരിയ അറിയപ്പെടുന്ന പേരാ. അപ്പൊ ആനമലയിൽ നിന്ന് ചാലക്കുടി പുഴയുണ്ട്, ഭാരതപ്പുഴയുണ്ട്. ഇവർ രണ്ടുപേരും ഉത്ഭവിക്കുന്നത് സുഹൃത്തുക്കളെ ആനമലയിൽ നിന്നാണ്. പതിക്കുന്നത് കൊടുങ്ങല്ലൂർ കായലിലും വേമ്പനാട് കായലിലുമായിട്ട് പെരിയാർ 2 ബ്രാഞ്ചായിട്ട് ആലുവയെന്ന് ഇങ്ങനെ വരുമ്പോൾ ആലുവയെന്ന് 2 ബ്രാഞ്ചായിട്ട് വേർതിരിഞ്ഞു പോകും. ഒന്ന് കൊടുങ്ങല്ലൂർ കായലിന്റെ ഭാഗത്ത് പതിക്കുന്നു, ഒന്ന് വന്ന് പതിക്കുന്നത് നേരെ വേമ്പനാട് കായലിലേക്കാണ്. അപ്പൊ 2 ഭാഗത്തേക്കും ഇത് ചെന്ന് ഇതിന്റെ മൗത്ത് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇനി അറബിക്കടലിലേക്ക് നേരിട്ട് നമ്മുടെ ഭാരതപ്പുഴ വന്ന് പതിക്കുന്നു. വേമ്പനാട് കായലിലേക്ക് പമ്പ വന്ന് പതിക്കുന്നു. ചാലിയാർ ചെന്ന് പതിക്കുന്നത് നേരെ അറബിക്കടലിലേക്കാണ്. പ്രത്യേകിച്ച് കായൽ നമുക്ക് പറയാൻ പറ്റില്ല. പമ്പ വേമ്പനാട് കായലിലാണ്, ഭാരതപ്പുഴ നേരിട്ട് അറബിക്കടലിലാണ്, ചാലിയാർ നേരിട്ട് അറബിക്കടലിലേക്കാണ് നമുക്ക് പറയാം. ചാലക്കുടി പുഴ ചെന്ന് പതിക്കുന്നത് കൊടുങ്ങല്ലൂർ കായലിലേക്കാണ്. അതായത് ഈ ചാലക്കുടി പുഴ ഇങ്ങനെ പോരുന്ന നമ്മുടെ പെരിയാർ ഇങ്ങനെ പോകുന്ന 2 സ്ട്രീമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇതിലെ ഈ നോർത്തേൺ ഭാഗത്തുള്ള ഈ സ്ട്രീമിലേക്ക് വന്ന ചാലക്കുടി പുഴ ചേരും. ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചെന്നാണ് കൊടുങ്ങല്ലൂർ കായലിലേക്ക് ചേരുന്നത്. അതുകൊണ്ടാണ് ഇതും കൊടുങ്ങല്ലൂർ കായൽ, ഇതിന്റെ ഒരു സ്ട്രീമും കൊടുങ്ങല്ലൂർ കായൽ നായർ. പിന്നെ നിങ്ങൾക്ക് മാപ്പ് ഞാൻ തരാം, അല്ലാതെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. അപ്പോൾ ഓരോന്നും ഒഴുകുന്ന ജില്ലകൾ കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇടുക്കി എറണാകുളം ജില്ലയിലൂടെയാണ് പെരിയാർ ഒഴുകുക. മധ്യ കേരളത്തിലൂടെ ഇങ്ങനെ ഒഴുകുന്നു. ഇനി അടുത്ത ഭാരതപ്പുഴ ഒഴുകുന്നത് പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം, തമിഴ്നാട്ടിൽ നിന്ന് പോരുന്നതാണ്. പിന്നെ പാലക്കാട്, തൃശ്ശൂരിന്റെ സൈഡ് വഴി മലപ്പുറം ജില്ലയിലൂടെ ഒഴുകുന്നു. പമ്പ, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ 3 ജില്ലയിലൂടെ ഒഴുകുന്നു. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ്. നെക്സ്റ്റ് വയനാട്, മലപ്പുറം, കോഴിക്കോട് ഈ 3 ജില്ലകളിലൂടെയാണ് ചാലിയാർ ഒഴുകുക. ആദ്യം വയനാട്, പിന്നെ മലപ്പുറത്ത് എത്തുന്നു. ചാലിയാർ വഴിയൊക്കെ ഇങ്ങനെ ഒഴുകുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ നിലമ്പൂർ വഴിയൊക്കെ ഒഴുകുന്നു. അങ്ങനെ പോകുന്നു. പിന്നെ നമ്മുടെ കോഴിക്കോട് ജില്ലയിലേക്കൊക്കെ എത്തുകയാണ്. ചാലക്കുടി പുഴ പാലക്കാട് ജില്ലയിലൂടെ ഉണ്ട്. എന്റെ ആദ്യത്തെ പ്രദേശങ്ങളിൽ പാലക്കാട്, പിന്നെ കൂടുതലും തൃശ്ശൂര്, കുറച്ചു ഭാഗം എറണാകുളം ജില്ല വേണമെങ്കിൽ പറയാം. ഇതേ ഉള്ളൂ. ഈ ടേബിൾ ഒന്ന് ഓർത്തിരിക്കുക. പല ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ്, കേരളത്തിലെ നദികളിൽ ഒറ്റയാനെ കണ്ടെത്തുക. ഇതും പലർക്കും പ്രശ്നം ഉണ്ടായ, എല്ലാവരെയും കുഴപ്പിച്ചൊരു ചോദ്യമാണ്. ഇത് പല രീതിയിൽ ആലോചിക്കാം. നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു കായലിന്റെ പേര് ഏറ്റവും വടക്ക് ഭാഗത്തെ കേരളത്തിലെ കായൽ എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഉപ്പളക്കായലാണ്. അപ്പൊ ഉപ്പളക്കായലല്ലേ, ബാക്കിയുള്ളതെല്ലാം നദിയല്ലേ എന്ന് ചിന്തിച്ച കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്. കേൾക്കാത്ത പേര് ഷിറിയ, ഇത് തെറ്റിക്കാൻ തന്നതാണ്. ബാക്കിയുള്ളതൊക്കെ കേട്ട പേരാ, അതുകൊണ്ട് കേൾക്കാത്ത പേരാ ഉത്തരം, അങ്ങനെ ചിന്തിച്ച ആൾക്കാരും ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഉത്തരം നെയ്യാറാണ്. കാരണം ഈ 3 പേരും കാസർഗോഡ് ജില്ലയിലെ നദികളാണ്. അപ്പൊ ഉപ്പള സാറെ നദിയാവോ കായലല്ലേ എന്ന് ചോദിച്ചാൽ ഇതിന്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ. നോക്കിയേ, ഈ ഉപ്പള കായലിലേക്ക് വന്നു ചേരുന്ന, കർണാടകത്തിൽ നിന്ന് ഉത്ഭവിച്ച് വന്നു ചേരുന്ന ഈ നദിയുടെ പേര് ഉപ്പള എന്നാണ്. ഉപ്പള എന്ന നദിയുടെ പേരും ഉണ്ട്, ഒരു പ്രശ്നമില്ല.
ഷിറിയ എന്ന് പറയുന്ന നദി കാസർഗോഡ് വഴി ഒഴുകുന്നതാണ്. അനവധി നദികൾ ഒഴുകുന്ന, ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയായിട്ട് കാസർഗോഡ് നമുക്ക് പറയാം. അപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഷിറിയയുണ്ട്, ഉപ്പളയുണ്ട്, മഞ്ചേശ്വരം പുഴയുണ്ട്. ഇവിടെ എങ്ങുമില്ലാതെ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള നമ്മുടെ നെയ്യാറിനെയാണ് ഇവിടെ വന്ന് തന്നത്. ഓപ്ഷനിൽ മറ്റൊരാളായി കൂട്ടത്തിൽ പെടാത്തയാളായിട്ട് തന്നത്. അപ്പൊ അല്പം കുഴഞ്ഞു പോയ ഒരു ചോദ്യമാണ്. ഇതാണ് അവർ ഉദ്ദേശിച്ചത്. 44 നദികളെയും പഠിക്കുക എന്ന് പറയുന്നത് ഒരു ഹെക്ടിക് ടാസ്ക് ആണ്. എന്നാലും ഒരു മാപ്പ് തന്നിട്ടുണ്ട്. ഈ മാപ്പിൽ കുറച്ച് നദികൾ തന്നിരിക്കുന്നത്, ആ നദികൾ ഏത് ഭാഗത്തുള്ളതാണ്, ഏത് ജില്ലയിലാണെന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ അത് തീർച്ചയായിട്ടും ഉപകാരം ഉണ്ടാവുന്നതായിരിക്കും. നെക്സ്റ്റ്, കേരളത്തിലെ നദികളെ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ക്രമപ്പെടുത്തുക എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ നീളം കൂടിയത് ആദ്യം എന്ന രീതിയിൽ, ഏറ്റവും നീളമുള്ളത് ഏറ്റവും ആദ്യം എന്ന രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്യാന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. നമുക്ക് ഓരോന്നും നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞനുസരിച്ചിട്ട് ഏറ്റവും നീളമുള്ള പെരിയാർ ആദ്യം വരണം. പക്ഷെ പെരിയാർ ഇവിടെ ഓപ്ഷനിലുണ്ടോ? പെരിയാർ ഇവിടെ ഇല്ല, പെരിയാർ ഓപ്ഷനിൽ തന്നിട്ടില്ല. പിന്നെയുള്ളത് ആരാ? ഭാരതപ്പുഴ ഓപ്ഷനിൽ വരണം, ഉണ്ട്. ഭാരതപ്പുഴ 2 ഓപ്ഷനിലുണ്ട്, ഓക്കെ. പിന്നെ ആര് വരണം? പമ്പ വരണം, പമ്പ ഓക്കെ ഓപ്ഷനിലുണ്ട്, ഉണ്ട്. പിന്നെ ആര് വരണം? മൂന്നാമത്തെ ആള് നോക്കിയാൽ മതി. മൂന്നാമത്തെ ആള് ചാലിയാറാ വരണ്ടേ, കല്ലടയാർ അല്ല. അപ്പൊ ഇവിടെ നമുക്ക് ഓപ്ഷൻ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ, പിന്നെ കടലുണ്ടി, കല്ലടയാർ, ഇതാണ് ഓപ്ഷൻ. അപ്പൊ ബാക്കിയുള്ള ഈ 5 നദികളെങ്കിലും, ഒരു 10 നദികൾ വരെ നിങ്ങൾ നീളം അനുസരിച്ച് പഠിച്ചാൽ വളരെ നല്ലതാണ്. 5 നദികളെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പഠിച്ചു വെക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപാദനത്തിലാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ കേരളത്തിന് 2ാം സ്ഥാനം ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഓരോന്നും എടുത്തു നോക്കാം, ചാൻസ് ഉള്ളത്. ഇപ്പം കാപ്പി നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, കാപ്പിയുടെ കേസ് പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഉത്തരം. ഒന്ന് നമുക്ക് കർണാടക പറയാം, ഫസ്റ്റ് കർണാടക പറയാം, സെക്കൻഡ് കേരളമാണ്, രണ്ടാമത് ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന കേരളമാണ്. തേയില നമുക്ക് ഒരുപക്ഷെ തോന്നും, പലർക്കും തോന്നിയിട്ടുണ്ടാവും തേയില ഫസ്റ്റ് അസാം എന്ന് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും, 2 കേരളം എന്ന് മനസ്സിൽ വന്നേക്കാം. പക്ഷെ 2 കേരളമല്ല. 2ാം സ്ഥാനത്തുള്ളത് വെസ്റ്റ് ബംഗാൾ ആണ്. ഇത് കഴിഞ്ഞ് 3ാം സ്ഥാനത്തെ നമുക്ക് പിന്നെ കേരളത്തിനെ പറയാനായിട്ട് പറ്റത്തുള്ളൂ. കുറച്ചെങ്കിലും ഒന്ന് ബന്ധിപ്പിച്ച് പറഞ്ഞാൽ 3 പറയാൻ പറ്റത്തുള്ളൂ. തമിഴ്നാടും കേരളവും ഒക്കെ പിന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തേയിലയുടെ കേസ് വിട്ടോളൂ. കാപ്പി 2ാം സ്ഥാനത്താണ്. കരിമ്പിന്റെ കേസിൽ നമുക്ക് ഫസ്റ്റ് പറയാൻ പറ്റുക UP ആണ്, സെക്കൻഡ് പറയാൻ പറ്റുക മഹാരാഷ്ട്രയാണ്. ഈ 2 പേരെയാണ് ഇവിടെ പറയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഇവിടെ കരിമ്പ് കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ഇടുക്കി ജില്ലയിലും കുറച്ച് പാലക്കാട് ജില്ലയിലൊക്കെയാണ് കരിമ്പ് വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ്, പരുത്തി 1ാം സ്ഥാനത്ത് നമുക്ക് ഗുജറാത്തിനെയാണ് പറയാൻ പറ്റുക, 2ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയാണ് പറയാൻ പറ്റുക. അപ്പൊ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. കേരളം ഇതിൽ 2ാം സ്ഥാനത്ത് വന്നേക്കുന്നത് കാപ്പിയിലാണ്. അപ്പൊ കേരളം എന്തിന്റെയൊക്കെ പ്രൊഡക്ഷനിലാണോ മുൻപന്തിയിൽ നിൽക്കുന്നത്, 1ഓ 2ഓ സ്ഥാനം വരെ ഉള്ളത്, അത് അറ്റ്ലീസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇത് പലർക്കും പ്രശ്നമുണ്ടായൊരു ചോദ്യം. കേരളത്തിലെ, ഇതൊരു പക്ഷെ ക്യാൻസൽ ചെയ്തേക്കാം എന്ന് ഞാൻ പറയുന്നു, വന്നാലേ അറിയത്തുള്ളൂ. ക്യാൻസൽ ചെയ്തേക്കാം, ചെയ്യേണ്ടതാണ്. കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ, ജില്ലകൾ, ഇതിനകത്ത് കൂട്ടത്തിൽ പെടാത്തത്. ഈ ചോദ്യം ജലവൈദ്യുത പദ്ധതി എന്നാണെങ്കിൽ പക്ക ഒരു പ്രശ്നമില്ല. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി പത്തനംതിട്ട ശരിയാണ്, ഇടുക്കി പദ്ധതി ഇടുക്കി ശരിയാണ്, കുറ്റ്യാടി പദ്ധതി കോഴിക്കോട് ശരിയാണ്. ഇതൊക്കെ ജലവൈദ്യുത പദ്ധതികളാണ്. കുറ്റ്യാടി എന്ന് പറഞ്ഞാൽ ഒരു ജലസേചന പദ്ധതിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റ്യാടി പദ്ധതി കക്കയമാണ് ശരിക്കും അതിന്റെ ജലവൈദ്യുത പദ്ധതി. എന്നാലും രണ്ടും കുറ്റ്യാടി നദിയിലായതുകൊണ്ട് കുറ്റ്യാടി പദ്ധതി നമുക്ക് ഒപ്പിച്ചങ്ങ് വെക്കാം, എന്നാലും പ്രശ്നമില്ല. സിയാൽ പദ്ധതി, സിയാലിന് കേൾക്കുമ്പോഴേ ഓർത്തോളുക. സിയാൽ എവിടെയാ? സിയാൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ആണ്, എറണാകുളത്താണ്. അപ്പൊ സിയാൽ പദ്ധതി എറണാകുളത്ത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. സിയാലിന്റെ സോളാർ പദ്ധതി അവിടെ ഉണ്ട്. ഇവിടെ വൈദ്യുത പദ്ധതി എന്ന് പറഞ്ഞിട്ടുള്ളൂ. സോളാർ ആണോ, ജലവൈദ്യുത പദ്ധതിയാണോ, വേറെ വല്ലതും ആണോ, താപവൈദ്യുതിയാണോ, ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ സിയാൽ പദ്ധതി എറണാകുളത്ത് എയർപോർട്ടിന് ചുറ്റും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇനി സിയാലിന്റെ ജലവൈദ്യുത പദ്ധതിയാണെങ്കിൽ, സിയാൽ ജലവൈദ്യുത പദ്ധതിയാണെങ്കിൽ അത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലൊക്കെ ഉണ്ട്. സിയാലിന്റെ കോഴിക്കോട് ജില്ലയിൽ ജലവൈദ്യുത പദ്ധതി ഉണ്ട്. സിയാലിന് വേറെ ഈ സോളാർ പ്ലാന്റുകൾ വേറെ പല സ്ഥലങ്ങളിലും ഉണ്ട്. അവര് അത്യാവശ്യം ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തൊരു പവർ ജനറേഷൻ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ചോദ്യം ഇത് 4ഉം ശരിയായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. ഒറ്റയാനെ പ്രത്യേകിച്ച് കണ്ടെത്താൻ ഈ പറഞ്ഞ ക്രൈറ്റീരിയ വെച്ച്, വൈദ്യുത പദ്ധതി എന്ന ക്രൈറ്റീരിയ വെച്ച് പറ്റത്തില്ല. ജലവൈദ്യുത പദ്ധതി എന്നാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. അപ്പൊ ഇവിടുത്തെ പ്രശ്നം ഇതാണ്. അപ്പോൾ PSC ഉത്തരം നൽകിയത് പ്രൊഫഷണൽ കീയിൽ നൽകിയിരിക്കുന്നത് സിയാലാണ്. സിയാൽ എന്ന് പൂർണ്ണമായി പറയാൻ പറ്റില്ല, കാരണം നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്.
ഗ്രാമസഭയുടെ കൺവീനർ ആരാണെന്ന്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള അറിവെന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ഭാഗമുണ്ടല്ലോ. അപ്പൊ അവിടുന്ന് വരുന്ന ക്വസ്റ്റൻ ആണ് ഗ്രാമസഭയായിട്ട് ബന്ധപ്പെട്ട. ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിന്റെ ഏറ്റവും മിനിയേച്ചർ വേർഷൻ ആണെന്ന് പറയും. പഞ്ചായത്തിന്റെ ഏറ്റവും മിനിയേച്ചർ വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ജില്ലാ പഞ്ചായത്തുണ്ട്, അത് കഴിഞ്ഞാൽ ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, പിന്നെ ഗ്രാമപഞ്ചായത്തുണ്ട്, ഇത് കഴിഞ്ഞ് വാർഡ് പഞ്ചായത്തുകളിലേക്ക് പോകണം. ഈ വാർഡ് പഞ്ചായത്തുകളിൽ ജനാധിപത്യ രീതിയിൽ കുറെ സംസാരങ്ങളും കാര്യങ്ങളും, അല്ലെങ്കിൽ സംസാരം എന്ന് പറഞ്ഞാൽ പദ്ധതികളൊക്കെ വിഭാവനം ചെയ്യുന്നത് ഗ്രാമസഭകളിലാണ്. ഈ ഗ്രാമസഭയുടെ കൺവീനർ അതാത് വാർഡിന്റെ മെമ്പർ ആയിരിക്കും. ഇതിന്റെ കൺവീനർ. 1-2 ഡാറ്റ ഓർത്തു വെക്കുക. ഗ്രാമസഭ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗ്രാമസഭകൾ ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്നതെന്ന് ചോദിച്ചാൽ 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഒരു പോയിന്റ് ഓർക്കുക. ഇനി കേരളത്തിൽ പഞ്ചായത്തി രാജ് ആക്ട്, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഒന്നിലധികം തവണ ചോദിച്ചിട്ടുണ്ട്. പഞ്ചായത്തി രാജ് ആക്ട് വന്നത് 1994-ലാണ്. എന്താണ് ഗ്രാമസഭയിൽ ചെയ്യാന്ന് ചോദിച്ചാൽ പുതിയ വികസന പ്രവർത്തനങ്ങളും ആരൊക്കെയാണ് പുതിയ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ ആകേണ്ടെന്നൊക്കെ അവിടെയുള്ള ആൾക്കാരെല്ലാം ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന പരിപാടിയാണ്. ഇനി ഗ്രാമസഭയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആ വാർഡിലെ എല്ലാ വോട്ടർമാരും, ആ വാർഡിൽ വോട്ടവകാശമുള്ള വോട്ടർമാരായിട്ടുള്ള വോട്ടേഴ്സിലുള്ള എല്ലാവരും ഈ ഗ്രാമസഭയിലെ അംഗങ്ങളാണ്. അല്ലാതെ പ്രത്യേക ക്ഷണിതാക്കൾക്ക് മാത്രമേ പോകാൻ പറ്റൂ, അങ്ങനെയൊന്നുമില്ല. ഓർക്കുക, കേരളത്തിലെ പഞ്ചായത്ത് രാജ് സംവിധാനം എന്ന് പറയുന്നത് പഞ്ചായത്തിൽ വന്ന് നിൽക്കുന്നതല്ല, പഞ്ചായത്തിന് പുറമെ ഗ്രാമസഭകൾ കൂടി ഉൾപ്പെടുന്നതാണ് പഞ്ചായത്ത് ഭരണ സംവിധാനം. അങ്ങനെ എക്സ്ട്രാ പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, ഓർത്തിരിക്കുക. ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം ഓർക്കുക. ഇവർ ചർച്ച ചെയ്തെല്ലാം തീരുമാനിക്കുന്നു. നിങ്ങളും പങ്കെടുത്തിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളും പങ്കെടുക്കണം. ഗ്രാമസഭ എന്താണെന്ന് അറിയണം, നിങ്ങൾക്ക് ഉള്ള ആവശ്യങ്ങൾ പറയാനുള്ള ഒരു സ്റ്റേജാണ്, അത് വിനിയോഗിക്കണം. അപ്പോൾ ഗ്രാമസഭയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇനി വരികയാണെങ്കിൽ ഈ 73-ാം ഭേദഗതി, നമ്മുടെ ആക്ടിന്റെ പേരും, ഇനി ആരാണ് കൺവീനർ എന്നും ആരൊക്കെയാണ് മെമ്പേഴ്സ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കൂ, പ്രയോജനമുണ്ടാവും. ചോദ്യത്തിൽ വലിയ ഒരു വ്യത്യാസമൊന്നും ഉണ്ടായതായിട്ട് കാണുന്നില്ല. സ്റ്റേറ്റ്മെന്റുകൾ വരുന്നുണ്ട്, പക്ഷേ ഓപ്ഷനുകൾ അത്യാവശ്യം നമുക്ക് ഔട്ട് ചെയ്ത് ഈസി ആയിട്ട് ഉത്തരം കണ്ടെത്താൻ പറ്റുന്ന രീതിയിലേക്കാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ പോകുന്നത്. കുഴപ്പമില്ല, സിലബസിന്റെ എല്ലാ ഭാഗത്തും ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ സിലബസ് ഒന്ന് വൃത്തിക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ, പഴുതടച്ച് പഠിക്കുകയാണെങ്കിൽ, കട്ട് ഓഫ് കൂടുകയോ കുറയോ എന്തെങ്കിലും ആവട്ടെ, നമ്മൾ ചെയ്യാനുള്ള ജോലി വൃത്തിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള പ്രതിഫലം കിട്ടേണ്ടതാണ്, കിട്ടിയിരിക്കും. അപ്പൊ നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കൂ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇവിടെ വെച്ച് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. This is Abin signing off. Thank you.